സിനിമ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് മഹാഭാരത യുദ്ധത്തിൻ്റെ അവസാനമാണ്. കൗരവർ എല്ലാവരും മരിച്ചു കഴിഞ്ഞു. അവശേഷിക്കുന്നത് അശ്വത്ഥാത്മാവ് മാത്രമാണ്. അശ്വത്ഥാത്മാവ് നോക്കുമ്പോൾ കൗരവർ എല്ലാവരും മരിച്ചിരിക്കുന്നു. കൂടാതെ തൻ്റെ പിതാവ് മരിച്ചു കഴിഞ്ഞു. ഈ ദേഷ്യത്തിൽ അശ്വത്ഥാത്മാവ് ബ്രഹ്മാസ്ത്രം എടുക്കുന്നു. ഈ സമയം അർജുനൻ്റെ മകനായ അഭിമന്യുയുടെ ഭാര്യ ഗർഭിണിയായിരുന്നു. ബ്രഹ്മാസ്ത്രം അഭിമന്യുവിൻ്റെ ഭാര്യയുടെ നേർക്ക് വയറ്റിൽ വെച്ച് തന്നെ മരിക്കുന്നു. ഇത് കണ്ട ശ്രീകൃഷ്ണൻ അശ്വത്ഥാത്മാവിനെ വളരെ കഠിനമായ രീതിയിൽ തന്നെ ശിക്ഷിക്കുകയാണ്. ശിക്ഷിക്കുക മാത്രമല്ല, അശ്വത്ഥാത്മാവിനെ ശ്രീകൃഷ്ണൻ ശപിക്കുക കൂടി ചെയ്യുന്നുണ്ട്. കലിയുഗം എന്ന് അവസാനിക്കുന്നു അന്ന് മാത്രമേ നിനക്ക് മരണമുണ്ടാവുകയുള്ളൂ. മാത്രമല്ല, നീ എത്ര ആഗ്രഹിച്ചിരുന്നാലും നിനക്ക് മരണം വരിക്കാൻ കഴിയുകയില്ല. പൊറുക്കാത്ത ഒരു പുണ്ണുമായി കലിയുഗം അവസാനിക്കുന്നതുവരെ നീ ജീവിക്കുമെന്ന് ശ്രീകൃഷ്ണൻ അശ്വത്ഥാത്മാവിനെ ശപിക്കുകയാണ്. ഇത് കേട്ട് അശ്വത്ഥാത്മാവിന് തൻ്റെ തെറ്റ് മനസ്സിലാവുകയാണ്. അശ്വത്ഥാത്മാവ് ശ്രീകൃഷ്ണൻ്റെ അടുത്ത് കേൺ അപേക്ഷിക്കുകയാണ്, തനിക്ക് പശ്ചാത്താപം ചെയ്യാനുള്ള ഒരു അവസരം തരണമെന്ന്. അപ്പോൾ അശ്വത്ഥാത്മാവിൻ്റെ അടുത്ത് ശ്രീകൃഷ്ണൻ പറയുകയാണ്, ഈ യുഗം കഴിഞ്ഞാൽ ഉടനെ തന്നെ കലിയുഗം ആരംഭിക്കുകയാണ്. കലിയുഗത്തിൽ കലി എന്നൊരു രാക്ഷസനുണ്ടായിരിക്കും. അവൻ ഈ ലോകത്തെ നശിപ്പിക്കാൻ വേണ്ടി ജനിച്ചവനാണ്. അവനെ ഇല്ലാതാക്കാൻ ഞാൻ കൽക്കിയായിട്ട് അവതരിക്കും. എൻ്റെ ജനനം തടയാൻ കലി പരമാവധി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കലിയിൽ നിന്നും എൻ്റെ ജനനത്തെ സംരക്ഷിക്കേണ്ടത് നിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്നു. അങ്ങനെ മഹാഭാരത യുദ്ധം അവസാനിച്ചതോടുകൂടി തന്നെ കലിയുഗം ആരംഭിക്കുകയാണ്. കലിയുഗം തുടങ്ങി വളരെ വർഷങ്ങൾക്ക് ശേഷം മനുഷ്യൻ വളരെയധികം ഡെവലപ്പായിരിക്കുകയാണ്. ടെക്നോളജി പരമായും അറിവുപരമായും വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു. ഇത് മാത്രമല്ല, എല്ലാവരുടെ കയ്യിലും അത്യാധുനികമായ ആയുധങ്ങളും ഉണ്ടായിരുന്നു. കലിയുഗത്തിലെ മനുഷ്യർ എല്ലാവരും വളരെ ദേഷ്യമുള്ളവരും അന്യോന്യം വൈരാഗ്യം വച്ച് പുലർത്തുന്നവരുമായിരുന്നു. ഇത് കാരണം ഭൂമിയിലെ പല സ്ഥലങ്ങളിലും യുദ്ധം നടക്കുകയാണ്. ഇത്തരത്തിലുണ്ടാവുന്ന യുദ്ധങ്ങളിലൂടെ ഭൂമിയുടെ പല സ്ഥലങ്ങളിലും ആൾക്കാർക്ക് താമസിക്കാൻ പറ്റാതാവുകയാണ്, ഇന്ത്യയിലെ കാശി എന്ന സ്ഥലത്തിൽ ഒഴികെ. എന്നാൽ ഈ സിനിമയിൽ ഒരു സ്ഥലത്തു കൂടി ജീവിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അത് ശംബാല എന്ന് പറയുന്ന സ്ഥലമാണ്. ഇങ്ങനൊരു സ്ഥലം യഥാർത്ഥത്തിൽ ഉണ്ട് എന്നുള്ളത് ആർക്കും അറിഞ്ഞുകൂടാ. കുറച്ച് പേർക്ക് അറിയാമെന്ന് ഈ സിനിമയിൽ പറയുന്നുണ്ട്. ഇനി സിനിമയിൽ കാണിക്കുന്ന കാശി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാം. കാശിയിൽ മാത്രമാണ് ജീവിതം ഉള്ളൂ എന്നാണ് സിനിമയിൽ പറയുന്നത്. ഇവിടെ രണ്ട് തരം ആൾക്കാർ മാത്രമാണ് ജീവിക്കുന്നത്. ഒന്ന് പണക്കാരും, രണ്ട് പാവപ്പെട്ടവരും. പാവപ്പെട്ടവരുടെ കാര്യമാണെങ്കിൽ വളരെ ദുരിതമാണ്. ഇനി കാശിയിലെ സമ്പന്നർ ജീവിക്കുന്നത് എവിടെയാണെന്നറിയാമോ? കാശിയുടെ ഒത്ത നടുക്കായി ഒരു കോംപ്ലക്സ് ഉണ്ട്. കോംപ്ലക്സ് ഇരിക്കുന്നത് പിരമിഡ് തലകുത്തനെ വെച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെയാണ്. കോംപ്ലക്സിനകത്ത് വളരെ ശുദ്ധവായുണ്ട്, നല്ല ശുദ്ധജലം കിട്ടും, വളരെയധികം നദികളുണ്ട്, നല്ല മരങ്ങളുണ്ട്, എല്ലാവർക്കും നല്ല ഉടുപ്പുകളുണ്ട്, എല്ലാ രീതിയിലുള്ള സുഖ സൗകര്യങ്ങളും ഈ കോംപ്ലക്സിനകത്ത് ലഭിക്കും. ഇവിടെയാണ് സമ്പന്നർ ജീവിക്കുന്നത്. ഇങ്ങനെ സമ്പന്നർ താമസിക്കുന്ന ഈ കോംപ്ലക്സിനെ വളരെ സിസ്റ്റമാറ്റിക്കലിയാണ് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. ഈ കോംപ്ലക്സിനെ ഭരിക്കുന്ന ഒരാളുണ്ട്. അയാളെ വിളിക്കുന്നത് സുപ്രീം എന്നാണ്. മുഴുവൻ പേര് സുപ്രീം യാസ്കിൻ. ഇങ്ങനെ കോംപ്ലക്സിനെ നിയന്ത്രിക്കുന്ന സുപ്രീം യാസ്കിന് വലിയൊരു ആർമി തന്നെയുണ്ട്. ഈ ആർമിയിൽ ഒരു കമാൻഡർ ഉണ്ട്. ഈ കമാൻഡർ മുഖേനയാണ് എല്ലാ പട്ടാളക്കാർക്കും സുപ്രീം യാസ്കിൻ നിർദ്ദേശങ്ങൾ എല്ലാം കൊടുക്കുന്നത്. പിന്നെ ഈ ആൾക്കാർ താമസിക്കുന്ന കാശിയിലും കോംപ്ലക്സിലും എല്ലാം സാധനങ്ങൾ വാങ്ങിക്കാനും വിൽക്കാനുമെല്ലാം ഡോളറുകളോ കാശോ അല്ല ഉപയോഗിക്കുന്നത്, പകരം യൂണിറ്റുകളാണ്. ഇത് മാത്രമല്ല, ഇനി കാശിയിൽ താമസിക്കുന്ന ആർക്കെങ്കിലും കോംപ്ലക്സിനകത്ത് കയറണമെങ്കിൽ 1 മില്യൺ യൂണിറ്റ് കോംപ്ലക്സിന് കൊടുക്കണം. അതുകൊണ്ട് തന്നെ കാശിയിലെ ദരിദ്രർക്ക് ആർക്കും തന്നെ കോംപ്ലക്സിനകത്ത് കയറാൻ കഴിയില്ല. അടുത്ത സിനിമയിൽ നായകൻ്റെ എൻട്രിയാണ്. നായകൻ്റെ പേര് ഭൈരവൻ. ഭൈരവന് അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ആരുമില്ല. ഭൈരവൻ നല്ലൊരു യോദ്ധാവാണ്. ഭൈരവൻ താമസിക്കുന്നത് കാശിയിലാണ്. കാശിയിലെ മറ്റ് സാധാരണപ്പെട്ട ജനങ്ങളെ പോലെ തന്നെ ഭൈരവനും ആഗ്രഹമുണ്ട് എങ്ങനെയെങ്കിലും കോംപ്ലക്സിലെത്തണം. കോംപ്ലക്സിലെത്തണമെങ്കിലോ 1 മില്യൺ യൂണിറ്റ് കൊടുക്കണം. അത് കാശിയിലെ മറ്റ് ജനങ്ങളിൽ ഇല്ലാത്തതുപോലെ തന്നെ ഭൈരവൻ്റെ കയ്യിലും ഇല്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ കാശിയിലേക്ക് ശംബാല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു സ്പൈ എത്തുകയാണ്. ഈ സ്പൈയെ ഈ കാശിയിലെ ഗുണ്ടകളെല്ലാം കൂടി ചേർന്ന് പിടിക്കുകയാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശംബാല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്ന സ്പൈയെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കോംപ്ലക്സിലെ കമാൻഡർ ഈ പിടിച്ചു കൊടുക്കുന്നവർക്ക് ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കും. അതിനുവേണ്ടിയാണ് ഇവർ ഈ സ്പൈയെ പിടിക്കുന്നത്. പക്ഷേ നമ്മുടെ നായകനായ ഭൈരവൻ ഇത് കാണുന്നു. ഭൈരവൻ ഈ ഗുണ്ടകളെല്ലാം അടിച്ചോടിച്ച് ആ സ്പൈയെ സ്വന്തമാക്കുന്നു. അപ്പോഴാണ് ഭൈരവൻ അറിയുന്നത് ഈ സ്പൈ എന്ന് പറയുന്ന ആൾ ഒരു സ്പൈ ഒന്നുമല്ല, അയാൾ ഒരു സാധാരണപ്പെട്ട ആളാണ്. അയാൾ ഈ കോംപ്ലക്സിലോട്ട് വരാൻ വേണ്ടിയാണ് ഈ കാശിയിലോട്ട് എത്തിയതെന്ന്. പക്ഷേ ഭൈരവൻ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. ഭൈരവൻ ഇയാളെ പിടിച്ച് മുറിയിൽ പൂട്ടിയിടുകയാണ്. എന്തിനെന്ന് വെച്ചാൽ, കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ സ്പൈ എന്ന് പറഞ്ഞ് ഇയാളെ കൈമാറി കഴിഞ്ഞാൽ 10,000 യൂണിറ്റ് ഭൈരവന് കിട്ടും. അങ്ങനെ ഓരോ യൂണിറ്റായിട്ട് കൂട്ടി വെച്ച് 1 മില്യൺ യൂണിറ്റ് ആകുമ്പോൾ തനിക്ക് കോംപ്ലക്സിലോട്ട് പോകാൻ പറ്റുമല്ലോ എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ. അടുത്ത സിനിമയിൽ ഭൈരവൻ്റെ കാമുകിയെ കാണിക്കുകയാണ്. കാമുകിയുടെ പേരാണ് റോക്സി. റോക്സി ഭൈരവൻ്റെ അടുത്തൊരു കാര്യം പറയുകയാണ്, എനിക്ക് കോംപ്ലക്സിൽ ജോലി കിട്ടിയിട്ടുണ്ട്. ഉടനെ തന്നെ ഭൈരവൻ പറയുന്നു, എനിക്ക് ഒരു ദിവസമെങ്കിലും കോംപ്ലക്സ് ഒന്ന് കാണണമെന്നുണ്ട്, ഞാനും നിൻ്റെ കൂടെ വന്നുകൊട്ടെ. റോക്സി പിറ്റേ ദിവസം തന്നെ കോംപ്ലക്സിൽ ജോലിക്ക് പോകുന്നുണ്ട്. കൂടെ ഭൈരവനെയും കൂട്ടുന്നുണ്ട്. ഭൈരവൻ കോംപ്ലക്സിൻ്റെ അകം കാണുമ്പോൾ അങ്ങ് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അവിടെ പുഴകളുണ്ട്, ശുദ്ധവായുണ്ട്, ഒരുപാട് നല്ല മരങ്ങളുണ്ട്, ഉടുപ്പുകളുണ്ട്, എല്ലാ തരത്തിലുള്ള സുഖ സൗകര്യങ്ങളും കോംപ്ലക്സിനകത്തുണ്ട്. ഇത് കണ്ട റോക്സിയും ഭൈരവനും അങ്ങ് ആകെ മറക്കുകയാണ്. അവർ ആഘോഷിക്കുകയാണ്, ആഘോഷിച്ച് തിമിർക്കുകയാണ്. ആഘോഷിച്ച് തിമിർപ്പിൻ്റെ അവസാനം എന്തെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അവിടത്തുള്ള പട്ടാളക്കാർ അവരെ പിടിക്കുകയാണ്. ഭൈരവനെ പിടിച്ച് കോംപ്ലക്സിൻ്റെ പുറത്ത് തള്ളുകയാണ്. ഇങ്ങനെ കോംപ്ലക്സിൻ്റെ അകം കണ്ട് പുറത്തു വരുന്ന ഭൈരവൻ ഒരു കാര്യം ഉറപ്പിക്കുന്നു, ഏത് വിധേനയും
അതിൻ്റെ അകത്ത് എത്തണം, ഇനിയുള്ള ജീവിതകാലം അതിൻ്റെ അകത്ത് സുഖമായി ജീവിക്കണം എന്ന് ഭൈരവൻ മനസ്സിൽ ഉറപ്പിക്കുന്നു. ഇനി കാണിക്കുന്നത് കോംപ്ലക്സിൻ്റെ അകത്തുള്ള ഒരു വലിയ ലാബാണ്. ആ ലാബിൽ ഒരുപാട് പെണ്ണുങ്ങളെല്ലാം ഉണ്ട്. ഈ പെണ്ണുങ്ങളുടെ മേൽ ഒരുപാട് സയൻറ്റിസ്റ്റുകൾ പരീക്ഷണങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ സുപ്രീം യാസ്കിങ്ങിനെ കാണിക്കുന്നുണ്ട്. ഈ സമയത്താണ് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾക്കെല്ലാം മനസ്സിലാവുന്നത് സുപ്രീം യാസ്കിൻ തന്നെയാണ് ഈ സിനിമയിൽ കലി. സുപ്രീം യാസ്കിൻ എന്ന കലി മനുഷ്യരെ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനാണ് ഈ പ്രകൃതിയെ മൊത്തം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ മൊത്തം ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കണമെന്നാണ് കലിയുടെ ആഗ്രഹം. പക്ഷേ കലിയുടെ അവസ്ഥ ഇപ്പോൾ ചെറിയ പരിതാപകരമാണ്. കാരണം പഴയ പവറൊന്നുമില്ല, ശരീരമാകെ ശോഷിച്ചിരിക്കുകയാണ്. കലിക്ക് സൂപ്പർ പവർ കിട്ടണമെങ്കിൽ സിറം വേണം. ഇതിനു വേണ്ടിയാണ് പെണ്ണുങ്ങളെ വെച്ച് പരീക്ഷണങ്ങൾ നടത്തുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കലിയുടെ സൈനികർ പിടിച്ചുകൊണ്ടുവരുന്ന പെണ്ണുങ്ങളെ അത്യാധുനികമായ ടെക്നോളജി ഉപയോഗിച്ച് സീഡിങ് ചെയ്യുന്നു. ഇങ്ങനെ ഗർഭിണിയാകുന്ന പെണ്ണിൽ നിന്നും സിറം ലഭിക്കും. പക്ഷേ പൂർണ്ണ ഗർഭിണിയാകുന്ന പെണ്ണിൽ നിന്ന് മാത്രമേ സിറം ലഭിക്കുകയുള്ളൂ. കലി പരീക്ഷണത്തിലൂടെ ഗർഭിണിയാക്കുന്ന പെണ്ണുങ്ങൾ പലതും 91 ദിവസം താണ്ടാറില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ എന്നെങ്കിലും തനിക്ക് സിറം ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിൽ കലി ഒരുപാട് പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ടുവന്ന് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ പിടിച്ചുകൊണ്ടുവരുന്ന എല്ലാ പെണ്ണുങ്ങളും ഗർഭിണികളാകാറില്ല. അങ്ങനെ ഗർഭിണികളാകാത്ത പെണ്ണുങ്ങളെ ഇവിടെ അടിമകളാക്കിയാണ് വയ്ക്കുന്നത്. എന്തിൻ്റെ അടിമയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭിണികളായ പെണ്ണുങ്ങളെ ശുശ്രൂഷിക്കേണ്ട അടിമകൾ. ഇങ്ങനെ ഗർഭിണിയാവാതെ അടിമയായ ഒരു സ്ത്രീയാണ് ദീപിക പദുക്കോൺ. ദീപിക പദുക്കോൺ കുട്ടിക്കാലത്തെ ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ ദീപിക പദുക്കോണിനെ സം 18 എന്നാണ് ഇവിടെ വിളിക്കുന്നത്. സം 18 എന്ന ദീപിക പദുക്കോൺ ഒടുക്കം ഗർഭിണിയാവുന്നുണ്ട്. അത് ആരും അറിയാതെ രഹസ്യമായാണ് ദീപിക പദുക്കോൺ സൂക്ഷിക്കുന്നത്. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു സോൾജർ അറിയുന്നു ദീപിക പദുക്കോൺ ഗർഭിണിയാണെന്ന്. ഏകദേശം 150 ദിവസത്തിൽ കൂടുതലായി ദീപിക പദുക്കോൺ ഗർഭിണിയായിട്ട്. 91 ദിവസം താണ്ടിയ ഒരേ ഒരു സ്ത്രീയും ദീപിക പദുക്കോൺ ആയിരുന്നു. ഈ വിവരം കമാൻഡർ വഴി ആസ്കിൻ എന്ന കലി അറിയുന്നു. കലി ദീപിക പദുക്കോണിനെ മെഷീൻ്റെ സഹായത്തോടു കൂടി സിറം പുറത്തെടുക്കാൻ ശ്രമിക്കുന്നു. വളരെ ശ്രമിച്ചിട്ടും ഒരു തുള്ളി സിറമാണ് അവർക്ക് ലഭിക്കുന്നത്. ആ ഒരു തുള്ളി സിറം ലഭിച്ചതിന് ശേഷം മെഷീൻ പെട്ടെന്ന് കേടാവുന്നു. പെട്ടെന്ന് കറണ്ടെല്ലാം ഓഫ് ആവുന്നു. ഇതിനുശേഷം ദീപിക പദുക്കോണിനെ ആ മെഷീനിൽ നിന്ന് മാറ്റുന്നില്ല. പിന്നെ കാണിക്കുന്നത് ദൂരെ ഒരു കോവിലിൽ അശോധാത്മാവ് ധ്യാനിച്ചുകൊണ്ട് ഇരിക്കുന്നതാണ്. ഉടനെ തന്നെ അശോധാത്മാവ് കണ്ണു തുറക്കുകയാണ്. മനസ്സിലാവുകയാണ് കൽക്കി ജനനമെടുക്കാൻ പോവുകയാണ് എന്ന്. കൽക്കി ജനനമെടുക്കാൻ പോകുന്നത് വേറെ ആരുടെയും വയറ്റിലല്ല, ദീപിക പദുക്കോണിൻ്റെ വയറ്റിൽ തന്നെയാണ്. അങ്ങനെ അശോധാത്മാവ് ആ കോവിലിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൽക്കിയുടെ ജനനത്തിന് ഒരു തടസ്സവും ഉണ്ടാവാതിരിക്കാൻ, തന്നെക്കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാൻ വേണ്ടി. ഇനി നേരെ കാണിക്കുന്നത് കോംപ്ലക്സിൻ്റെ അകമാണ്. കോംപ്ലക്സിൻ്റെ അകത്ത് ദീപിക പദുക്കോൺ ആ മെഷീനിൻ്റെ അകത്ത് തന്നെ ഇരിക്കുകയാണ്. മെഷീനിൻ്റെ അകത്തേക്ക് ദീപിക പദുക്കോണിൻ്റെ ഒരു സുഹൃത്തെത്തുകയാണ്. അവളും ഒരു അടിമയാണ്. അവൾ ദീപിക പദുക്കോണിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി രഹസ്യ വഴിയിലൂടെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അവൾ ദീപികയെ പുറത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം പറയുകയാണ്, ഞാൻ യഥാർത്ഥത്തിൽ ശംബാല എന്ന് പറയുന്ന സ്ഥലത്തെ സ്പൈയാണ്. ഞാൻ ഇവിടുത്തെ എല്ലാ വിവരങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. ഈ കോംപ്ലക്സിൽ ഒരു രഹസ്യ ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് വഴി കോംപ്ലക്സിൻ്റെ പുറത്ത് കടക്കാൻ കഴിയുമെന്നും അവൾ പറയുന്നു. ഇത് കേട്ട ദീപിക പദുക്കോൺ അവളെടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഉടനെ അവൾ മറുപടി കൊടുക്കുന്നു, ശംബാല എന്ന് പറയുന്നത് ഒരു പവിത്ര നഗരമാണ്. അവിടെയുള്ള ജനങ്ങൾ ഇങ്ങനെ വിശ്വസിക്കുന്നു, ദൈവം ഒരു സ്ത്രീയുടെ വയറ്റിൽ ജനനമെടുക്കുമെന്നും ആ ദൈവം മനുഷ്യർക്ക് വേണ്ടി നല്ലത് ചെയ്യുമെന്നും. അങ്ങനെ ദൈവം ജനിക്കാൻ പോകുന്നത് നിന്റെ വയറ്റിലാണ് എന്നാണ് തോന്നുന്നത്. നിന്നെ രക്ഷിക്കേണ്ടത് എൻ്റെ കർത്തവ്യമാണ്. എന്നിട്ടവൾ ദീപിക പദുക്കോണിൻ്റെ അടുത്ത് പറയുന്നു, നീ ഈ രഹസ്യ വഴിയിലൂടെ കോംപ്ലക്സിന് പുറത്തു പോവുക. നിന്റെ പുറകെ വരുന്ന പട്ടാളക്കാരെ തടഞ്ഞു നിർത്തേണ്ടത് എൻ്റെ ആവശ്യമാണ്. അങ്ങനെ ദീപിക പദുക്കോൺ അവളെ ഉപയോഗിച്ച് രഹസ്യ വഴിയിലൂടെ പുറത്തു വരുന്നു. പുറത്ത് ശംബാലയുടെ 3 ഏജന്റുമാർ ദീപിക പദുക്കോണിനെ കാത്ത് നിൽപ്പുണ്ടായിരുന്നു. അവർ അവളെ ഒരു വലിയ വണ്ടിയിൽ കയറ്റി ശംബാലയിലേക്ക് യാത്ര തുടരുകയാണ്. ഈ സമയം കോംപ്ലക്സിനകത്ത് കമാൻഡർ അറിയുകയാണ് ദീപിക പദുക്കോൺ എന്ന സം 18 കോംപ്ലക്സ് വിട്ട് പുറത്തേക്ക് പോയി എന്ന്. സം 18നെ പിടിച്ച് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കമാൻഡർ ഉത്തരവിടുകയാണ്. കൂടാതെ സം 18നെ പിടിച്ചു കൊടുക്കുന്നവർക്ക് 5 മില്യൺ യൂണിറ്റ് കൊടുക്കുമെന്നും വിളംബരം നടത്തുന്നു. ഇത് ഭൈരവനും അറിയുന്നു. സം 18നെ പിടിക്കാൻ ഭൈരവനും ഇറങ്ങിത്തിരിക്കുന്നു. ദീപിക പദുക്കോണിനെ ശംബാലയിലേക്ക് കൊണ്ടുപോകുന്ന 3 പേരിൽ ഒരാളുടെ പേര് വീരൻ എന്നാണ്, മറ്റൊരാളുടെ പേര് ഗൈര എന്നാണ്. ഈ ഗൈര ദീപിക പദുക്കോണിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിന്റെ പേരെന്താണ്? ദീപിക പദുക്കോൺ അപ്പോൾ മറുപടി പറയുന്നുണ്ട്, എൻ്റെ പേര് സം 18 എന്നാണ്. ഇത് കേട്ട ഗൈര പറയുന്നു, ആ പേര് അത്ര പോരാ, നിന്നെ നമ്മൾ സുമതി എന്ന് വിളിക്കും. അങ്ങനെ ദീപിക പദുക്കോൺ സുമതി എന്നുള്ള പേര് സ്വീകരിക്കുന്നു. ഇത് കഴിഞ്ഞ് ശംബാലയിലേക്കുള്ള യാത്രാ മധ്യേ കോംപ്ലക്സിലെ സൈനികർ ഇവരെ ആക്രമിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീപിക പദുക്കോണിനെ തിരിച്ച് കോംപ്ലക്സിലേക്ക് കൊണ്ടുപോകാൻ. ഈ സമയത്ത് തന്നെ അശോധാത്മാവിൻ്റെ എൻട്രി ഉണ്ടാവുകയാണ്. അശോധാത്മാവും സൈനികരും തമ്മിൽ കടുത്ത ഒരു ഫൈറ്റിംഗ് ഉണ്ടാവുകയാണ്. ഈ ഫൈറ്റിംഗിൽ അശോധാത്മാവ് തന്നെയാണ് വിജയിക്കുന്നത്. ഫൈറ്റിംഗിന് ശേഷം അശോധാത്മാവ് സുമതിയുടെ അടുത്ത് പറയുകയാണ്, നീ ദൈവത്തിന് ജന്മം നൽകാൻ പോവുകയാണ്. നിന്റെ സംരക്ഷണം ഇനി എൻ്റെ ചുമതലയാണ്. ഉടൻ തന്നെ ഭൈരവനും അവിടെ എത്തുകയാണ്. ഭൈരവന്റെ ലക്ഷ്യവും സുമതിയെ എങ്ങനെയെങ്കിലും കോംപ്ലക്സിൽ എത്തിക്കുക എന്നുള്ളതാണ്. കോംപ്ലക്സിൽ എത്തിച്ച് 5 മില്യൺ യൂണിറ്റ് സ്വന്തമാക്കുക, ഇതാണ് ഭൈരവന്റെ ആഗ്രഹം. പക്ഷേ അശോധാത്മാവുമായിട്ട് ഭൈരവന് ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നു. ആ ഫൈറ്റിൽ ഭൈരവൻ പരാജയപ്പെടുന്നു. ഇതിനുശേഷം അശോധാത്മാവും മറ്റു കൂട്ടരും ചേർന്ന് സുമതിയെ ശംബാലയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവർ പോയ ഉടൻ തന്നെ
കോംപ്ലക്സിലെ കമാൻഡറും മറ്റ് സൈനികരും അവിടെ എത്തുകയാണ്. ഭൈരവനും അശ്വത്ഥാത്മാവും ഫൈറ്റ് ചെയ്ത സ്ഥലത്ത് വെച്ച് ഭൈരവനെ കമാൻഡർ അറസ്റ്റ് ചെയ്യുകയാണ്. ഉടൻ തന്നെ ഭൈരവൻ പറയുകയാണ്, നിങ്ങൾ ആരെയാണോ അന്വേഷിക്കുന്നത് അവർ പോയിരിക്കുന്നത് ശംബാലയിലേക്കാണ്. ശംബാലയിലേക്ക് പോകേണ്ട വഴി അറിയാവുന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമാണ്. എന്നെ വെറുതെ വിടുകയാണെങ്കിൽ ശംബാലയിൽ ചെന്ന് സുമതിയെ പിടിച്ച് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നതാണ്. ഭൈരവൻ ഈ പറയുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ ഭൈരവനെ നേരിട്ട് കോംപ്ലക്സിലേക്ക് എൻട്രി കൊടുക്കുമെന്ന് വാക്കുകൊടുത്ത് കമാൻഡർ ഭൈരവനെ വെറുതെ വിടുകയാണ്. അവിടുന്ന് നേരെ ഭൈരവൻ വീട്ടിലേക്കാണ് പോകുന്നത്. വീട്ടിൽ ചെന്നിട്ട് ഭൈരവൻ മുമ്പ് ഒരു ശംബാല നിവാസിയെ പിടിച്ച് വീട്ടിൽ റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയല്ലേ, അവനെ തുറന്നു വിടുകയാണ്. തുറന്നു വിട്ടിട്ട് ഭൈരവൻ അവൻ്റെ അടുത്ത് പറയുകയാണ്, എന്നെ ഇനി കോംപ്ലക്സിനകത്ത് കയറ്റില്ല എന്നുള്ളൊരു ന്യൂസാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിന്നെ ഇനി ഇതിൻ്റെ അകത്ത് പൂട്ടിയിട്ടിട്ടൊന്നും എനിക്കൊരു കാര്യവുമില്ല, നീ പെക്കോ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ആ ശംബാല നിവാസിക്ക് ഭൈരവനോട് സഹതാപം തോന്നുകയാണ്. അയാൾ പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് കോംപ്ലക്സിനകത്തോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്? കോംപ്ലക്സിനകത്തുള്ളവരൊന്നും നല്ലവരല്ല. നിങ്ങൾ ശംബാലയിലേക്ക് വരൂ, അവിടെ നല്ല സ്ഥലങ്ങളാണ്, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, അവിടെ നമുക്ക് സുഖമായി ജീവിക്കാം എന്ന് പറഞ്ഞ് ഈ ഭൈരവനെ ശംബാല നിവാസി ശംബാലയിലേക്ക് കൊണ്ടുപോവുകയാണ്. യഥാർത്ഥത്തിൽ ഭൈരവന്റെ ഒരു അടവായിരുന്നു എങ്ങനെയെങ്കിലും ശംബാലയിൽ എത്തിച്ചേരാൻ വേണ്ടിയുള്ള അടവ്. അങ്ങനെ രണ്ടുപേരും ശംബാലയിലേക്ക് യാത്ര തുടരുകയാണ്. ശംബാലയിൽ എത്തിയ ഉടനെ തന്നെ ഭൈരവൻ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന അയാളെ ബോധം കെടുത്തുകയാണ്. എന്നിട്ട് ഭൈരവൻ അശ്വത്ഥാത്മാവിൻ്റെ രൂപമെടുക്കുകയാണ്. അശ്വത്ഥാത്മാവിൻ്റെ രൂപമെടുത്ത് സുമതിയുടെ അടുത്തെത്തി സുമതിയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുകയാണ്. ഇതിനിടയിൽ യഥാർത്ഥ അശ്വത്ഥാത്മാവ് ഭൈരവനെ തടയുകയാണ്. ഭൈരവനും അശ്വത്ഥാത്മാവുമായിട്ട് വീണ്ടും ഫൈറ്റിൽ ഏർപ്പെടുകയാണ്. പക്ഷേ ഇപ്രാവശ്യം ഭൈരവൻ അശ്വത്ഥാത്മാവിനെ നേരിടാൻ തയ്യാറെടുപ്പോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത്. അശ്വത്ഥാത്മാവിന് ഭൈരവനെ നേരിടാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഏർപ്പെടുന്നുണ്ട്. ഇതിനിടയിൽ കോംപ്ലക്സിലെ കമാൻഡറും സൈനികരും ശംബാലയിൽ എത്തിച്ചേരുകയാണ്. ശംബാലയിലെ സൈനികരുമായി കോംപ്ലക്സിലെ സൈനികർ യുദ്ധത്തിൽ ഏർപ്പെടുകയാണ്. ഇങ്ങനെ നടക്കുന്ന യുദ്ധത്തിൽ കോംപ്ലക്സിലെ സൈനികർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ശംബാലയിലെ നിരവധി സൈനികർക്ക് മരണം സംഭവിക്കുന്നുണ്ട്. മറ്റൊരിടത്ത് അശ്വത്ഥാത്മാവും ഭൈരവനും തമ്മിലുള്ള ഫൈറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തുള്ള ഫൈറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അശ്വത്ഥാത്മാവിൻ്റെ കയ്യിലിരുന്ന ഒരു ആയുധം ഭൈരവന്റെ കയ്യിലെത്തുകയാണ്. ഈ ആയുധം എന്ന് പറയുന്നത് മഹാഭാരതത്തിലെ കർണന്റെ ആയുധമാണ്. ഈ ആയുധം ഭൈരവന്റെ കയ്യിൽ കിട്ടിയ പാടെ ഭൈരവൻ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ്. കാല സൈനികർക്ക് നേരെ തിരിയുകയാണ്. കോംപ്ലക്സിലെ സകല സൈനികരെയും ഭൈരവൻ പരാജയപ്പെടുത്തുകയാണ്. അതിനുശേഷം കോംപ്ലക്സിലെ കമാൻഡറെയും ഈ ഭൈരവൻ കൊന്നുകളയുകയാണ്. അങ്ങനെ ഭൈരവൻ കോംപ്ലക്സിലെ സൈനികരിൽ നിന്ന് സുമതിയെ രക്ഷിക്കുകയാണ്. പക്ഷേ ഭൈരവന്റെ കയ്യിൽ നിന്ന് കർണന്റെ ആയുധം കളയുന്നതോടുകൂടി തന്നെ ഭൈരവൻ പഴയ ഭൈരവനായി മാറുകയാണ്. അതായത് കോംപ്ലക്സിൽ പോയി താമസിക്കാൻ ആഗ്രഹിക്കുന്ന സ്വാർത്ഥനായ ആ പഴയ ഭൈരവൻ. പഴയ ബോധം തിരിച്ചു വന്ന ഭൈരവൻ സുമതിയും കൊണ്ട് അവിടെ നിന്ന് കടന്നു കളയാൻ ശ്രമിക്കുന്നു. അശ്വത്ഥാത്മാവ് ഇതിനെ എതിർക്കുന്നുണ്ടെങ്കിലും അശ്വത്ഥാത്മാവിന് അത് കഴിയുന്നില്ല. അങ്ങനെ ഭൈരവൻ തൻ്റെ വണ്ടിയിലേക്ക് സുമതിയെ കയറ്റിയതിനു ശേഷം ദൂരേക്ക് യാത്ര തുടരുകയാണ്. സിനിമയിൽ ഇനി നേരെ കാണിക്കുന്നത് കോംപ്ലക്സിനകത്തെ കലിയാണ്. കലിയുണ്ടല്ലോ, സുമതിയുടെ ദേഹത്ത് നിന്ന് പുറത്തെടുത്ത ഒരു തുള്ളി സിറമുണ്ടല്ലോ, ആ സിറം കലിയുടെ ദേഹത്തേക്ക് ചേർക്കുകയാണ്. അതിലൂടെ ശോഷിച്ച അവശനായ കലി, വൃദ്ധനായ കലി വളരെ മസ്കുലറായ ശക്തിയായ കലിയായി മാറുകയാണ് സിറം തൻ്റെ ശരീരത്തിലോട്ട് എത്തുന്നതിലൂടെ. എന്നിട്ട് കലി ഒരു തീരുമാനമെടുക്കുകയാണ്, സുമതിയെ കണ്ടുപിടിച്ച് സുമതിയുടെ ശരീരത്തിലുള്ള ബാക്കി സിറവും സ്വന്തമാക്കണം. അങ്ങനെ ആ സിറം തൻ്റെ ശരീരത്തിനോട് ചേർത്ത് കഴിഞ്ഞാൽ താൻ ദൈവത്തിനെക്കാട്ടിലും വലിയ ശക്തിമാനായി മാറും. പിന്നെ കലിയെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. അങ്ങനെ സിനിമ അവസാനിക്കുകയാണ്. ബാക്കി കഥ സെക്കൻഡ് പാർട്ടിനായി നമുക്ക് കാത്തിരിക്കാം.